ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. മന്തി ഉണ്ടാക്കാൻ പല മെത്തേഡ് ഉണ്ടല്ലേ. ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഉണ്ടാക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മെത്തേഡാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പല ആളുകൾക്കും അറിയായിരിക്കും ഈ ഒരു മെത്തേഡ്. ഇത് വൈറലായ ഒരു മെത്തേഡ് കൂടിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു യമനി മന്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു റെസിപ്പിയും ട്രൈ ചെയ്യാനെന്ന് പോലും തോന്നില്ല. അത്രയ്ക്കും ടേസ്റ്റിയാണ്, അത്രയ്ക്കും ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ഈ വീഡിയോയിൽ ഞാൻ ടൊമാറ്റോ ചട്നീൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട്, മന്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് എടുത്ത് വെക്കാം. സ്കിന്നോട് കൂടിയ ചിക്കനാണ് കേട്ടോ ഈ റെസിപ്പിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് കിട്ടിയത് സ്കിന്നില്ലാത്ത ചിക്കനാണ്. സ്കിന്നുള്ള ചിക്കൻ കിട്ടുമെങ്കിൽ അത് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു ചിക്കൻ 4 പീസായിട്ടാണ് എടുത്തത്. വീഡിയോക്ക് വേണ്ടി എടുക്കുന്നുണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ കുറച്ച് ചെറിയ പീസാക്കിയിട്ട് എടുക്കൽ. കുറച്ച് ചെറിയ പീസാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 അല്ലി ചെറുതാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി, വലുതാണെങ്കിൽ 1 മതി, 1 ടേബിൾ സ്പൂൺ മല്ലി, അതായത് പൊടിക്കാത്ത മല്ലിയും കൂടി നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിന് ശേഷം ഒരു 3-4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്, ഫ്രീസറിലല്ല, താഴെയാണ്. അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് നമുക്ക് റൈസിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. നമുക്ക് റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഈ ഒരു ടൈപ്പിലുള്ള പാത്രമാണ് കേട്ടോ ഞാൻ റൈസ് ഉണ്ടാക്കാനായിട്ട് എടുത്തത്, ഇങ്ങനെ സൈഡ് വരുന്ന പാത്രം. അപ്പോൾ ഇതിൻ്റെ ആവശ്യം എന്താണെന്നത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് ഓയിൽ, അതായത് ഒരു 125 ml സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി തിൻ സ്ലൈസായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് കളർ മാറി തുടങ്ങുന്ന സമയത്ത്, അതൊരു ബ്രൗൺ കളറാകാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഇതൊരു മീഡിയം സൈസ് ക്യാപ്സിക്കം എന്നിട്ട് ഞാൻ എടുത്തത്. ക്യാപ്സിക്കം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 2 അല്ലി വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ, വലുതാണെങ്കിൽ 1 അല്ലി മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേ ലീഫ്, ഡ്രൈ ലെമൺ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഹോൾ കൊറിയാണ്ടർ, അതായത് പൊടിക്കാത്ത മല്ലി, ചെറിയ ജീരകം, കുരുമുളക് പൊടിക്കാത്ത, അതായത് ഹോൾ പെപ്പർ, അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മൾ റൈസ് നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വെള്ളത്തിലിട്ട് വെക്കണ്ട, ഡ്രൈ ആക്കാൻ എടുത്ത് വെക്കണം കേട്ടോ. കുതിർത്ത് വെക്കൊന്നും വേണ്ട, കഴുകി ഡയറക്റ്റ് വെള്ളമൊക്കെ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അരി ചേർത്ത് കൊടുത്തിട്ട് അരി ഒന്ന് ഇതിൽ നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് സമയമൊന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ അതിലേക്ക് 1 കപ്പിന് 1.5 കപ്പ് അളവ് വെച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3.5 കപ്പ് റൈസാണ് എടുത്തത്. വൈറ്റ് സെല്ല റൈസാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ വൈറ്റ് സെല്ലാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം കൂടി 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്ത്. വെള്ളം പച്ചവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം, ചൂടുവെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിടണം, അതായത് വെരി ലോ ഫ്ലെയിമിലായിരിക്കണം പിന്നെ തീ കത്തുന്നത്. പിന്നെ ഇതിന് മേലേക്ക് നമുക്കൊരു തട്ട് റെഡിയാക്കി കൊടുക്കാണ്ട് ഞാൻ അലുമിനിയം ഫോയിലാണ് എടുത്തത്. അലുമിനിയം ഫോയിലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ
പാത്രം എടുക്കുന്ന സമയത്ത് ഒരു അപ്പച്ചെമ്പെങ്ങാനും എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് മേലെ ഒരു അരിപ്പ പോലെയുള്ള സെറ്റപ്പ് വരുന്ന പാത്രം. അപ്പോൾ അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഹോളിലേക്ക് കൂടി ചിക്കൻ്റെ വെള്ളം റൈസിലേക്ക് ഇറങ്ങലാണ് കേട്ടോ. ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു സെറ്റപ്പ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ 2 ഫോയിൽ ഒരുമിച്ച് വെച്ചിട്ടാണ് ഈ തട്ട് റെഡിയാക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് ഒരു സ്ക്വയർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ മേലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്തെല്ലാം നമ്മളെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണുള്ളത്. പിന്നെ ചിക്കനെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ആ പാത്രത്തിൽ ബാക്കിയുള്ള ആ ഓയിലും ആ മസാലയ്ക്ക് ഇതിൻ്റെ മേലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് വേറെ ഒരു 2-3 ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അങ്ങനെ ഇതൊരു നല്ലൊരു പാക്ക്, ഒരു ടൈറ്റ് പാക്കാക്കി എടുക്കണം. ഞാനിങ്ങനെ ഒരു പാത്രം എടുക്കുന്നുണ്ട്. പിന്നെ ഈ റെസിപ്പിക്ക് ഇത്ര ഒരു ഫോയിൽ ചിലവുണ്ടെന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റൈസ് റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുകൊണ്ട് തന്നെ ഫോയിൽ ചിലവുള്ളൊന്നും കാര്യമാക്കാതെ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ മന്തി ഉണ്ടാക്കൽ. പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കല്ലേ. റൈസിൽ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇത് ഫോയിൽ ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ, ഈ ഒരു സെറ്റപ്പ് ചെയ്തെടുക്കാൻ. പിന്നെ ലോ ഫ്ലെയിമിലുള്ളത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കണം. പിന്നെ ഒരു 45 മിനിറ്റ് എടുക്കും കേട്ടോ. ഒരു 40-45 മിനിറ്റ് വേണം ഇത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അരമണിക്കൂറൊക്കെ ഒരു 30 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്ക് നമുക്കിതൊന്ന് ലോ ഫ്ലെയിം ആക്കിയെടുക്കാം. ഒരു 45 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഓപ്പൺ ആക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റ് നമുക്ക് ചാർക്കോളൊന്ന് ഇങ്ങനെ കത്തിക്കാൻ വെക്കാം കേട്ടോ. അടുപ്പിൻ്റെ മേലേക്ക് അങ്ങനെ ചാർക്കോൾ എടുത്ത് വെച്ചിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചിക്കനൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് റൈസ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ചാർക്കോൾ ഇട്ടിട്ടൊന്ന് ദം ചെയ്യാൻ വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മളിത് ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ആ ചിക്കനൊന്ന് മാറ്റി കൊടുക്കുക ഇതിൽ നിന്ന്. പിന്നെ ഇത് തുറക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഒന്ന് തുറക്കണം കേട്ടോ. കയ്യിലേക്ക് ആവി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ ഇതിൽ ഫുള്ളിങ്ങനെ ആവി നിറഞ്ഞ് നിൽക്കുന്നുണ്ടാവും ആ ചിക്കൻ്റെ ആ ഭാഗത്തൊക്കെ. അപ്പം തുറക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തുറക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ച് വലിയ പീസായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം സോഫ്റ്റ് ആവില്ല. അപ്പോൾ ചെറിയ പീസാക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനൊരു വീഡിയോയിൽ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് പീസ് ആക്കിയത്. അല്ലെങ്കിൽ ഞാൻ ചെറിയ പീസ് തന്നെയാണ് സാധാരണ ആക്കൽ. റൈസെല്ലാം നല്ല കറക്റ്റ് പാകത്തിന് ആയി കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാ ഈ ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതുപോലെയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ബെസ്റ്റ്. അപ്പം നമുക്ക് റൈസ് ഒന്ന് ഫുള്ളിങ്ങനെ ഇളക്കി മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ച ചിക്കൻ ഒന്ന് ഇതിൻ്റെ മുകളിലെടുത്ത് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ കത്തിച്ച് വെച്ച ചാർക്കോളില്ലേ അതൊരു ബൗളിലേക്ക് വെച്ചിട്ട് അതിലേക്ക് അത് ഈ റൈസിൻ്റെ മേലെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് പുക വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് ഈ പാത്രം ഒന്ന് കവർ ചെയ്തെടുക്കണം. ഞാനിതിന് ഉപയോഗിച്ച ഫോയിൽ കൊണ്ട് ഫസ്റ്റ് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മൂടി വെച്ച് കൊടുക്കലാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് പച്ചമുളകും കൂടി കുത്തി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ വേവിച്ച് വെച്ച ചിക്കനില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം.
കുറച്ച് ഓയിലിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം തോന്നിയിട്ടില്ല. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റ് ടു 30 മിനിറ്റ് അതിൻ്റെ ഇടയിൽ ഞാൻ ദം ചെയ്തെടുക്കലുണ്ട് കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴേക്ക് ഈ ചിക്കനൊക്കെ നല്ല കളറായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചോറിലേക്ക് പച്ചമുളകും കുത്തി വെച്ച് ചാർക്കോളും വെച്ച് നന്നായിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 20 മിനിറ്റെങ്കിലും ഞാനൊന്ന് ദം ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്കൊന്ന് ദം ചെയ്യാൻ വെക്കുമ്പോൾ വെരി ലോ ഫ്ലെയിം ആക്കിയിട്ട് അതിൻ്റെ അടിയിലേക്ക് ഒരു തട്ട് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാത്രത്തിൻ്റെ അടിയിൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ദം ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്തിൽ നമുക്കിതിലേക്ക് വേണ്ട ടൊമാറ്റോ ചട്നി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ചട്നിയിലേക്ക് വേണ്ടി ഞാൻ എടുത്തത് ഒരു 4 ചെറിയ സൈസ് തക്കാളി, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു 2 ടേബിൾ സ്പൂണ് വിനേഗർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ളത്ര പച്ചമുളക് എടുക്കുക. ഞാൻ ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. വെള്ളം അത്ര ചേർക്കാതെ എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം അരിയാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലോണം കട്ടിയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ദം ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ റൈസ്. ഇനി വിളമ്പാട്ടോ. അപ്പോൾ ഞാനിതാ ഈ വലിയൊരു മന്തിൻ്റെ പാത്രമില്ലേ, അറബികളൊക്കെ മന്തി വിളമ്പാൻ യൂസ് ചെയ്യുന്ന ഒരു പാത്രം ഞാൻ മുമ്പ് ദുബായിൽ പോയ സമയത്ത് വാങ്ങിയതായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വിളമ്പിയാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്കൊന്ന് വിളമ്പി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചിക്കനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് റൈസ് ആദ്യം ഇതിലേക്ക് വിളമ്പാം, പിന്നെ അതിൻ്റെ മേലിലേക്ക് ചിക്കൻ എടുത്ത് വെക്കലാണ്. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് കക്കിരി, ക്യാരറ്റ്, തക്കാളി, ഉള്ളി ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഐ തിങ്ക് ഞാൻ എടുക്കാൻ വിട്ടുപോയി തോന്നുന്നു വീഡിയോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് പ്ലീസ് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുള്ളായിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്ത ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോക്ക് നല്ല റെസ്പോൺസാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കാം. അപ്പോൾ ചാനലിൽ ഒരുപാട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പറ്റുമെങ്കിൽ എല്ലാം ഒന്ന് കണ്ടുനോക്കാം കേട്ടോ. അപ്പോൾ ഇഫ്താറിനൊക്കെ വേണ്ടി റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ.